ഇതാണ് മണികെട്ടമ്പലം. കൊല്ലം ജില്ലയിലെ പൊന്മന ദേശത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഈ ആലിനു ചുറ്റും 7 തവണ വലം വെച്ച് ആഗ്രഹങ്ങൾ മനസ്സിൽ വിചാരിച്ച് മണി കെട്ടിയാൽ ആഗ്രഹങ്ങളെല്ലാം നടക്കുമെന്നാണ് പറയുന്നത്. ഈ അമ്പലത്തിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കടലിന്റെയും കായലിന്റെയും ഇടയിലായിട്ടാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ രാവിലെ 8 മണിയാകുമ്പോഴത്തേക്കും അവിടെ എത്തി. തോണിയിലോ ജങ്കാറിലോ കയറിയാണ് കായലിനപ്പുറം കിടക്കുന്നത്. കായൽ വഴി വന്നിറങ്ങി കുറച്ച് നടന്നു വേണം അമ്പലത്തിലെത്താൻ. കടലിനടുത്തായതുകൊണ്ട് അമ്പലത്തിന് ചുറ്റും മണൽ മൂടിയാണ് കിടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. മണി കെട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ അടച്ച് റെസീപ്റ്റ് വാങ്ങണം. അങ്ങനെ ഞങ്ങൾ വഴിപാട് കൗണ്ടറിലെത്തി. വഴിപാടൊക്കെ ചെയ്തു. നമുക്ക് എത്ര മണി വേണമെങ്കിലും വാങ്ങാൻ പറ്റുള്ളൂ. ഒരു മണിക്ക് 40 രൂപയാണ്. അങ്ങനെ അമ്പലത്തിൽ തൊഴുതതിനു ശേഷം ഞങ്ങൾ മണി കെട്ടാനായിട്ട് വന്നു. ഈ ആൽത്തറയ്ക്ക് ചുറ്റും 7 തവണ വലം വെച്ച് ആഗ്രഹങ്ങൾ പറഞ്ഞു വേണം മണി കെട്ടാൻ. ഇതിന്റെ ശബ്ദം ദേവി എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത്. ഭദ്രകാളിയാണ് ഈ അമ്പലത്തിലെ പ്രതിഷ്ഠ. ആഗ്രഹങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് നമ്മൾ പൊങ്കാല ഇടണം. 3 തവണ ഒരേ ആഗ്രഹം പറഞ്ഞ് മണി കെട്ടിയാൽ ആ ആഗ്രഹം നടക്കുമെന്നും അതിനുശേഷം വേണം വന്ന് പൊങ്കാല ഇടാനായിട്ട്. അപ്പൊ ഞങ്ങൾക്ക് അവിടുന്ന് പായസമൊക്കെ കിട്ടി. അത് കഴിച്ചു. പിന്നെ അതിനുശേഷം അവിടെ കഞ്ഞിയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കഞ്ഞിയും കഴിച്ച് നേരെ കടൽ കാണാനായിട്ട് പോയി. കടലിന്റെ തൊട്ടടുത്തായിട്ടാണ് അമ്പലം വരുന്നത്. അങ്ങനെ ഞങ്ങൾ 9 മണിയാകുമ്പോഴത്തേക്കും തൊഴുതിറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ ജങ്കാറ് കയറി നേരെ തിരിച്ചു പോന്നു. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.